ഏവർക്കും ലേൺസിയോ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് നമ്മുടെ PSC പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് എങ്ങനെയാണ് OMR ഷീറ്റ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പരീക്ഷ. അതെനിക്ക് തോന്നുന്നു ഏകദേശം ഡേറ്റ് വന്നിട്ടില്ല, സെപ്റ്റംബർ നവംബർ മാസമായിരിക്കും അതിന്റെ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പൊ അത് പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് മെയിൻസ് മാത്രമായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ തന്നെയുമല്ല, ആ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LDC പോലെ തന്നെ ജില്ലാ തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധ്യത, അതായത് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനുള്ള സാധ്യതയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അവസാനമായിട്ട് 2024 VFA പരീക്ഷ നടന്നത്. അപ്പൊ 2024 VFA പരീക്ഷയുടെ സിലബസ് നമുക്ക് നോക്കി പോവാം. ആ സിലബസ് തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്ന VFA പരീക്ഷയുടെ സിലബസും. നമുക്ക് ഓരോന്ന് നോക്കി പോവാം. ഫസ്റ്റ്, ചരിത്രം, ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, അതുപോലെ തന്നെ ധനതത്വശാസ്ത്രം എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്ക്, പിന്നെ നമ്മുടെ കേരളത്തിലെ സിവിക്സ്, അതായത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും സിവിക്സ് ആണ് 5 മാർക്കും, പിന്നെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ബയോളജിക്കൽ പാർട്ടിൽ നിന്ന് 6 മാർക്ക്, ഭൗതികശാസ്ത്രം ഫിസിക്സ് 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, അതോടൊപ്പം തന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മേഖലയിൽ നിന്ന് 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് 3 മാർക്ക്, പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പിന്നെ പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി തന്നെ അങ്ങ് പോകാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം അഥവാ ഹിസ്റ്ററിയിൽ 5 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹിസ്റ്ററി എന്താണ്, നമുക്ക് സിലബസിൽ ഉള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കേരളത്തിന്റെ ഭാഗത്തിലെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, കേരളം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളം ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും മാത്രം നമ്മൾ കേരളത്തിന്റെ പാർട്ടിൽ നിന്ന് എന്താണ് ഹിസ്റ്ററി ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. അതായത് യൂറോപ്യന്മാരുടെ വരവ് മുതൽ കേരളത്തിലെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വരെയാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ ഇന്ത്യ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വർത്തമാന പത്രങ്ങള്, സ്വാതന്ത്ര്യ സമര കാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം എന്നിവയൊക്കെയാണ്. ഇതിന് നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ രാഷ്ട്രീയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ചും 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പിന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു സിലബസിൽ തന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് കേരളം, ഇന്ത്യ, ഇനി ലോക ചരിത്രത്തിലെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക്. എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. നിങ്ങൾക്ക് മറ്റു രണ്ടും പഠിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ ലോകം എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് കാണും. പക്ഷെ ഇത് പേടിക്കേണ്ടതായിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അത് നടന്നത് എന്നാണ്, ആരൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ, ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ തന്നെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ ചൈനീസ് വിപ്ലവം ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധാനന്തര കാലത്തെ രാഷ്ട്രീയ ചരിത്രം. ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ 10th ലെവൽ ബേസ് ചെയ്തുള്ള പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. അകത്ത് കയറി ഉള്ളിൽ കയറി ചോദിക്കില്ല. ഡിഗ്രി പ്രിലിംസ് പോലെ, ഡിഗ്രി ലെവൽ പരീക്ഷ പോലെ ഉള്ളിൽ കയറി ചോദിക്കില്ല.
ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി 10th ലെവൽ പരീക്ഷയ്ക്ക്. ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ പഠിച്ചു അപ്പം നമ്മൾ നോക്കി ചരിത്രത്തിൽ നിന്ന് കേരളം, ഇന്ത്യ, ലോകം എന്നീ ഭാഗത്തു നിന്നുള്ള പഠിക്കേണ്ടതായിട്ടുള്ള മെയിൻ പോയിന്റുകളാണ്. 5 മാർക്കാണ് വരുന്നത്. അപ്പം 5 ഇത്രയും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇനി നമ്മൾ ഭൂമിശാസ്ത്രം, ജോഗ്രഫി മേഖലയിൽ 5 മാർക്കാണ് വരുന്നത്. ജോഗ്രഫി മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. അപ്പൊ നമ്മുടെ ഭൂമിശാസ്ത്രത്തിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്? അതായത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകൾ, അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല, നദികൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്കറിയാലോ, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷയുടെ ചോദിക്കുന്നത് ഗംഗ, യമുന, അതുപോലെ തന്നെ ഭഗീരഥി തുടങ്ങിയ നിരവധി നദികളെ കുറിച്ച് സ്ഥിരമായിട്ട് പരീക്ഷ എപ്പോഴും ചോദിക്കുന്നത് ഗംഗാ നദിയെ കുറിച്ചൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നദികളുടെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ തീരദേശ പ്രദേശങ്ങള്, പിന്നെ കാലാവസ്ഥ, നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥകളൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാലാവസ്ഥ, പിന്നെ സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്ത്യ ജോഗ്രഫി മേഖലയിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി നമുക്കറിയാം. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതൊക്കെയാണ് വരുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയൊക്കെയല്ലേ. അപ്പൊ ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ജില്ലകളുടെ പ്രത്യേകതകള്, സവിശേഷതകള്, ജില്ലകളുടെ സവിശേഷതകള്, അതുപോലെ തന്നെ നദികൾ, നമ്മുടെ കേരളത്തിലെ നദികളെ പറ്റി, പിന്നെ കേരളത്തിലെ കാലാവസ്ഥകളെ പറ്റി, പിന്നെ സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. കേട്ടോ, നമുക്കറിയാം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമൊക്കെ ഇല്ലേ, അതിനെയൊക്കെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകള്, റോഡുകള്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജോഗ്രഫി പാർട്ടിൽ നിന്ന് ചോദിക്കേണ്ടത്. അപ്പൊ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഹിസ്റ്ററി പാർട്ട് 5 മാർക്കായി, ജോഗ്രഫി ഭൂമിശാസ്ത്രം 5 മാർക്ക് ആയി. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ധനതത്വശാസ്ത്രം. ഈ ധനതത്വശാസ്ത്രത്തിൽ 5 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കേട്ടോ, അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന മാർക്കുകളാണ്. അതായത് ഫസ്റ്റ് തന്നെ ഈ ധനതത്വശാസ്ത്രത്തിൽ ഈ ഒരു സിലബസിൽ വന്നിരിക്കുന്നത് തന്നെ ഇന്ത്യ സാമ്പത്തിക രംഗം, ഇന്ത്യയുടെ സാമ്പത്തിക രംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ നീതി ആയോഗ്, അതുപോലെ തന്നെ ഹരിത വിപ്ലവം തുടങ്ങിയതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, പുത്തൻ സാമ്പത്തിക നയം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയ പഞ്ചവത്സര പദ്ധതികളും അതേ കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി ഈ ഒരു 10th പ്രിലിംസിന്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, പിന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്, പിന്നെ നമ്മുടെ നീതി ആയോഗിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങളും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ലേൺസിയോ പ്ലാറ്റ്ഫോം വഴി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നീതി ആയോഗൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. നീതി ആയോഗ്, അതുപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പുത്തൻ സാമ്പത്തിക നയങ്ങളാണ്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള RBI കുറിച്ചാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ RBI, പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, പിന്നെ കാർഷിക വിളകൾ. നമുക്കറിയാം കാർഷിക വിളകളായിട്ട് വരുന്ന ഏതാണ്? സെയ്ദ്, റാബി ഒക്കെ അല്ലേ, അതൊക്കെയാണ് കാർഷിക വിളകൾ. പിന്നെ ധാതുക്കള്, ഹരിത വിപ്ലവം ഒക്കെ സ്ഥിരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ധനതത്വശാസ്ത്രത്തിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഇത്രയും പോയിന്റുകളാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എന്താണ്? പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കാം, നീതി ആയോഗിൽ നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കാം, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള RBI നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കാം, പിന്നെ കാർഷിക വിളകള്, ധാതുക്കള്, ഹരിത വിപ്ലവം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കൂൾ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഹരിത വിപ്ലവത്തിനുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കഴിഞ്ഞ കുറെ പരീക്ഷകളായിട്ട് ചോദിച്ചിട്ടുള്ളത് ഹരിത വിപ്ലവത്തിൽ നിന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ധനതത്വശാസ്ത്രത്തിൽ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇന്ത്യൻ ഭരണഘടന 5 മാർക്കാണ് ചോദിക്കുന്നത്. അതായത് ഭരണഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനയുടെ നിർമ്മാണ സമിതി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഭരണഘടനയുടെ ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട
ഇത്രയും ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അപ്പം നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റ് ഘടകങ്ങൾ. ക്ലിയർ ആണ്. ഇനി പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളായിട്ട് വന്ന് നമുക്ക് എല്ലാ ഭേദഗതികളും പഠിക്കേണ്ടതായിട്ടില്ല. ഈ സിലബസിൽ തന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 52, 73, 74, 86, 91 എന്നീ തുടങ്ങിയ ഭരണഘടനാ ഭേദഗതികൾ മാത്രം ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. സിലബസ് തന്നത് മാത്രമേ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങള്, ഭരണഘടനാ സ്ഥാപനങ്ങള്, അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, സിവിക്സ് എന്ന് പറയും. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കാണ്. അതായത് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങള്, വിവിധ കമ്മീഷനുകള്, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങള്, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികള്, ഭൂപരിഷ്കരണങ്ങള്, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയൊക്കെയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമ്മൾ ബയോളജി പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് 6 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ ഓരോ ടോപ്പിക്ക് 5 മാർക്ക് വീതമാണ് ചോദിച്ചെങ്കിൽ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 6 മാർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതുപോലെ തന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, അതായത് വിറ്റമിൻസിന്റെ പ്രത്യേകതകൾ, പിന്നെ അവരുടെ വിറ്റമിൻസിന്റെ അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെയാണ് വരുന്നത്. പിന്നെ ജീവിതശൈലി രോഗങ്ങള്, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എത്രയാണ്? 6 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയും ഒരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് മുമ്പിൽ വരുന്നതായിട്ടുള്ളൂ. ഇനി നമ്മൾ ഭൗതിക ശാസ്ത്രം നോക്കുവാണെങ്കിൽ ഭൗതിക ശാസ്ത്ര മേഖലയിൽ 3 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളിൽ തോതും എന്നതിൽ നിന്ന് 1 മാർക്ക്. പിന്നെ ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. പിന്നെ പ്രകാശത്തിന്റെ ലെൻസ്, ദർപ്പണം എന്ന സമവാക്യം, അതായത് ദർപ്പണം -R=2F എന്ന സമവാക്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങള്. പിന്നെ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവിൽ, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നിവ തുടങ്ങിയൊക്കെയാണ് പ്രകാശം പാട്ടിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് വിവിധ തരം തരംഗങ്ങള്, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം, പിന്നെ ബലം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും, പിന്നെ ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നീ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മുടെ ഫിസിക്സ് മേഖലയിൽ നിന്ന്. ഭൗതിക ശാസ്ത്രം 3 മാർക്കാണ് വരുന്നത്. ഇനി നമ്മൾ കെമിസ്ട്രി എടുത്തു നോക്കിയാൽ, രസതന്ത്ര മേഖല എടുത്തു നോക്കിയാൽ 3 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആറ്റം മേഖലയിലാണ്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ 2ാമത്തെ ടോപ്പിക്കാണ് മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, പീരിയോഡിക് ടേബിൾ ഒക്കെയാണ്, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. 3ാമത്തെ ടോപ്പിക്ക് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ എന്നിവയൊക്കെയാണ് നമ്മുടെ രസതന്ത്രം അഥവാ കെമിസ്ട്രി മേഖലയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കെമിസ്ട്രി മേഖലയിൽ നിന്ന് 3 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലയിൽ നിന്ന് 5 മാർക്കാണ് ചോദിക്കുന്നത്. കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലയിൽ നിന്ന് 5 മാർക്കാണ്. ഫസ്റ്റ് തന്നെ കലയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യാപനം, പരിശീലനം എന്നിവയുണ്ട്. അതായത് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, കലയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ
എഴുത്തുകാരെ കുറിച്ചൊക്കെ പറയുന്നത് MT വാസുദേവൻ നായർ ഒക്കെ അല്ലേ, ആടൂർ ഗോപാലകൃഷ്ണൻ, MT വാസുദേവൻ നായർ, ബെന്യാമിൻ എന്നീ തുടങ്ങി നമുക്ക് ഏറ്റവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എഴുത്തുകാരെ കുറിച്ചും കലാകാരന്മാരെ കുറിച്ചും പ്രശസ്തമായ വ്യക്തികളെ കുറിച്ചും അതുപോലെ തന്നെ കേരള കലാമണ്ഡലം തുടങ്ങിയതിനെ കുറിച്ചുമൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഇനി കായിക മേഖല എന്ന് പറയുമ്പോൾ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പിന്നെ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അർജുന അവാർഡ്, അതുപോലെ തന്നെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളുണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്. ആ അവാർഡുകളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അവാർഡുകളിൽ പെട്ട മലയാളികളുടെ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, നമ്മുടെ 2025 വനിതാ ഏകദിന ലോകകപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ 2026 പുരുഷ 2020 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ ടൂർണമെന്റുകളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ നിരവധി ടൂർണമെന്റിൽ ആ ടൂർണമെന്റുകളെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, അതായത് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഒരു ടീമിൽ എത്രയാണ്? 11 പേരല്ലേ വേണ്ടത്. ഫുട്ബോൾ കളിക്കണമെങ്കിൽ 11 പേരാണ് വേണ്ടത്. അങ്ങനെ തുടങ്ങിയ ടീമായിട്ട് കളിക്കുന്ന കളികളിലൊക്കെ എത്ര പേർക്കാണ് കളിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നോക്കണം. അതിൽ മെയിനായിട്ട് വരുന്ന ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി അങ്ങനെ തുടങ്ങിയ പ്രധാന ടൂർണമെന്റുകളിലൊക്കെ പ്രധാന പദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികളെ, രാജ്യങ്ങള്, അതുപോലെ തന്നെ പ്രശസ്ത വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഇത്രയേ ഉള്ളൂ. 2024 അവസാനത്തെ ഒളിമ്പിക്സ് നടന്ന 2024 ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന 2028 സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ച് അറിയണം. പാരാ ഒളിമ്പിക്സിനെ കുറിച്ചും അറിയണം. ഈ അറിയുന്നതോടൊപ്പം നടന്നിട്ടുള്ള ഒളിമ്പിക്സുകളിൽ നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേക നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യക്കാരും അതോടൊപ്പം തന്നെ മലയാളികളും ഒക്കെ നമ്മൾ ഈ ഒരു ഒളിമ്പിക്സിന്റെ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവ തുടങ്ങിയതിൻ്റെയൊക്കെ വേദികള്, രാജ്യങ്ങള്, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, ഇതര വസ്തുക്കളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതോടെ തന്നെ ദേശീയ ഗെയിംസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയണം. പിന്നെ ഓരോ രാജ്യത്തിലെ ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഈ സ്പോർട്സ് മേഖലയിൽ നിന്ന്. നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇത്ര വലുതായിട്ട് തോന്നുന്നില്ല. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ടോപ്പിക്കാണ് സ്പോർട്സ് ഒക്കെ കേട്ടോ. അടുത്തത് സാഹിത്യ മേഖലയാണ്. സാഹിത്യ മേഖലയിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യകൃതികൾ, കർത്താക്കൾ എന്നിവയെക്കുറിച്ച് അറിയണം. പിന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, പിന്നെ എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ അറിയണം. കഥാപാത്രങ്ങൾ, കൃതികൾ കേട്ടോ. കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രം തന്നിട്ട് ഇത് ഏത് കൃതിയിലെ പെട്ടയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡൊക്കെ ഇല്ലേ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ജ്ഞാനപീഠമല്ല, ജ്ഞാനപീഠ പുരസ്കാരം ടോട്ടലി നേടിയിട്ടുള്ള മലയാളികൾ എത്രയാണ്, മലയാളികൾ ആരൊക്കെയാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. പിന്നെ സംസ്കാര മേഖലയിൽ നിന്ന് ചോദിക്കുന്നത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ ഓണത്തെക്കുറിച്ച് ചോദിക്കാം, വിഷുവിനെ കുറിച്ചൊക്കെ ചോദിക്കാം, അങ്ങനെയൊക്കെയല്ലേ. അത് പ്രധാന ആഘോഷങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ എന്നിവയാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കില്ലേ ഈ ഒരു ടോപ്പിക്കില്ലേ കലാ, കായികം, സാഹിത്യ, സംസ്കാരം, ഇതൊന്നും മനസ്സ് വെച്ചാൽ ഈ 5 മാർക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ലഭിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ഒന്നുമില്ല, വെറും 3 മാർക്കേ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ. ഈ ഒരു 3 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ 3 മാർക്കും ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഹാർഡ്വെയർസ്, ഇൻപുട്ട് ഡിവൈസസ്. നമുക്കിപ്പോൾ ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, മെമ്മറി ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതായത് പ്രൈമറി, സെക്കൻഡറി മെമ്മറി ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഏതാണ്, ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് 1 മാർക്ക് ഷുവറാണ്. സ്ഥിരമായിട്ട് പരീക്ഷകൾ ചോദിക്കുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച്.
കുറിച്ച്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ മേഖലയിലോട്ട് പോവുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പാക്കേജുകൾ, വേർഡ് പ്രോസസ്സർ, അതിൻ്റെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് ഏതൊക്കെയാണ് ലാംഗ്വേജസ് വരുന്നത്, പിന്നെ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ലാന്, വാന്, മാന് എന്നീ തുടങ്ങിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസ്, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ഡിവൈസിൽ നിന്ന് സ്ഥിരമായിട്ട് ഏതൊരു പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ എന്നിവയെക്കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നെറ്റ്വർക്ക് ഡിവൈസുകളിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇന്റർനെറ്റ് മേഖലയിൽ WWF, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണ്, ഇമെയിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ WW എന്നാണ്, സ്ഥാപകൻ ആരാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയാസ് പറയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങിയില്ല, യൂട്യൂബ്, അവരുടെയൊക്കെ സ്ഥാപകൻ ആരാണ്, അതെന്നാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ അടുത്തിടെ അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, അതുപോലെ തന്നെ ഗവേൺസ്, നമ്മുടെ ഇന്റർനെറ്റ് മേഖല ഗവേൺസ് നൽകുന്ന സംഭാവനകൾ കുറിച്ച് പഠിക്കണം. പിന്നെ നമ്മുടെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസിൽ വരുന്നത് ടൈപ്സ് ഓഫ് ക്രൈംസ് ആണ്. സെക്ഷനായിട്ട് പഠിക്കേണ്ടതല്ല, അവയർനെസ് ലെവൽ മാത്രം മതി. എന്തൊക്കെയാണ് ക്രൈമുകൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോണോഗ്രഫി എന്താണ്, ചൈൽഡ് പോണോഗ്രഫി എന്താണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സെക്ഷൻ പഠിക്കേണ്ടതായിട്ട് ഈ ഒരു 10th ലെവൽ ബേസ് ചെയ്ത പരീക്ഷയ്ക്ക് വരുന്നില്ല. സെക്ഷൻ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ക്രൈം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഫിഷിംഗ് എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളത് പരീക്ഷയ്ക്ക് വയ്ക്കാം. അതാണ് ടൈപ്സ് ഓഫ് ക്രൈംസ് പറഞ്ഞത്. അവയർനെസ് ലെവൽ മാത്രം മതി, സെക്ഷൻ പഠിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെ IT ആക്ടും അതർ ലോസും. അവയർനെസ് ലെവൽ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ 3 മാർക്കാണ് IT ആക്ടിൽ നിന്ന് കിട്ടുന്നത്. IT ആക്ടും നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ ഈ 3 മാർക്കും ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി സുപ്രധാന നിയമങ്ങളിൽ 5 മാർക്കാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. നമ്മുടെ വിവരാവകാശ നിയമമല്ലേ, വിവരാവകാശ നിയമത്തെക്കുറിച്ച് കേന്ദ്ര വിവരാവകാശ നിയമം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചും ആ നിയമത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് 1 മാർക്ക് ചോദിക്കും. ചിലപ്പോൾ ഷുവറായിട്ടും സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും ഈ ഒരു സുപ്രധാന നിയമങ്ങളുടെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം നമ്മുടെ വിവരാവകാശ നിയമം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, അതായത് നമ്മുടെ സിവിൽ റൈറ്റ്, നമ്മുടെ SC/ST അട്രോസിറ്റീസിനെതിരെയുള്ള ആക്ട്, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നെ അതുപോലെ തന്നെ ദേശീയ മൈനോറിറ്റി കമ്മീഷൻ, അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള സംരക്ഷണ കമ്മീഷനും സംരക്ഷണ നിയമത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസസിനെതിരെയുള്ള നമ്മുടെ നിയമത്തെക്കുറിച്ചും സ്ത്രീ കമ്മീഷനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോക്സോ ആക്ടിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്ര നമ്മളൊരു ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ എന്തൊക്കെയാണ്, വിവരാവകാശ നിയമം അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അറിഞ്ഞിരിക്കണം, പിന്നെ നമ്മുടെ വിവിധ കമ്മീഷനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള വനിതാ കമ്മീഷനുകൾ, മൈനോറിറ്റി കമ്മീഷനുകൾ, പിന്നോക്ക കമ്മീഷനുകൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പോക്സോ നിയമത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. ഈ സുപ്രധാന നിയമങ്ങളിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് മിക്കവാറും സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ചിലപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ടഫായിട്ട് വരുന്ന ഒരു ടോപ്പിക്കും സുപ്രധാന നിയമങ്ങളായിരിക്കും. ക്ലിയർ ആണേ? അടുത്തത് ഇനി ആനുകാലിക വിഷയങ്ങളാണ്. ആനുകാലിക വിഷയം എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് 20 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സിലബസ് വഴി പഠിക്കാം. സിലബസ് ഇന്നതായി ചോദിക്കും നമുക്ക് പറഞ്ഞു പഠിക്കാം, ഈ ഒരു ടോപ്പിക്ക് തന്നെ ചോദിക്കും. പക്ഷേ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള നമുക്ക് വൈഡായിട്ട് കിടക്കുകയാണ് കറണ്ട് അഫയേഴ്സ്. എന്നിരുന്നാലും നമ്മളെ ഇന്ത്യ, കേരളം, അതുപോലെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻസുകൾ, അപ്പോയിന്റ്മെന്റ്സുകൾ, അതുപോലെ തന്നെ വേദികൾ എന്നിവയൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള ഈ ഒരു ആനുകാലിക കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ നിന്ന്. അപ്പം നമ്മുടെ ഈ ഒരു ലേൺസിയുടെ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ 20 15, 16, 17 മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ രീതിയിലുള്ള ആനുകാലിക കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ
ആനുകാലിക കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കും. ഇനി ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും എത്രയേ ഉള്ളൂ? മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അപ്പൊ മാത്സിൽ നമുക്ക് 5 മാർക്കാണ് വയ്ക്കുന്നത്. ഇപ്പൊ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കാണ് ടോട്ടൽ വയ്ക്കുന്നത്. അതിൽ 5 മാർക്ക് മാത്സിൽ നിന്നും 5 മാർക്ക് എന്താണ് മെന്റൽ എബിലിറ്റി എന്നുമാണ് ഇരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മാത്സിൽ ലഘുഗണിതത്തിൽ നമുക്ക് മാത്സ് വലിച്ചു വാരി പഠിക്കേണ്ടതായിട്ടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് മാത്രം പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഫസ്റ്റ് നോക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതായത് നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിക്കണം. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഫ്രാക്ഷൻ ആൻഡ് ഡെസിബൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കണം. ശതമാനം പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, പിന്നെ അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, അതുപോലെ തന്നെ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ എന്നിവയൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ മാത്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2 വർഷമായിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് വന്നു. അതായത് LDC 10th ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SCRT ടെസ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും മാത്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ അതെല്ലാം പഠിപ്പിച്ചു പോകുന്നതാണ്. അതായത് എന്താണ് SCRT ടെസ്റ്റിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. 1-2 മാർക്കിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ലഘുഗണിത ടോപ്പിക്കിൽ കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസൂടെ ഈ ഒരു മാത്സ് പാർട്ടിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. SCRT എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് 7, 8, 9, 10 എന്ന് തുടങ്ങിയ ക്ലാസ്സുകളിലെ 10 വരെയുള്ള ക്ലാസ്സാണ്. അതിന് മുകളിൽ പോലെ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എന്താണ് മാത്സ് ക്വസ്റ്റ്യൻസൂടെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഈ ലഘുഗണിതം പഠിക്കുമ്പോൾ. ക്ലിയർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളുടെ മാത്രം കേട്ടോ. അതുപോലെ തന്നെ ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും. മെന്റൽ എബിലിറ്റി ടോപ്പിക്കിൽ 5 മാർക്കാണ് വരുന്നത്. ഈ മെന്റൽ എബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി വരുന്നത് ഈ ഒരു 13 ടോപ്പിക് ഉണ്ട് മെന്റൽ എബിലിറ്റിയിൽ. പക്ഷേ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ മെന്റൽ എബിലിറ്റി സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അറിഞ്ഞിരുന്ന കഴിഞ്ഞാൽ കേട്ടോ. ഫസ്റ്റ് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ ബോർഡ് മാസ് റൂളൊക്കെ ഇല്ലേ, ബോർഡ് മാസ് റൂളിൽ നിന്നൊക്കെ 1 മാർക്ക് ഷുവറാണ്. ഈ സംഖ്യാശ്രേണികൾ അതായത് സീരീസ് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ബോർഡ് മാസ് ഇവ 2 ഷുവറാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥാനനിർണയ പരിശോധനകൾ കേട്ടോ, സ്ഥാനനിർണയ പരിശോധനകൾ പ്രതീക്ഷിക്കാം. പിന്നെ സാമാന്യമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും. ക്ലോക്കൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്ലോക്കിലെ സമയവും കോണളവും, പിന്നെ ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇത്രയുമാണ് വരുന്നത് കേട്ടോ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെന്റൽ എബിലിറ്റി എന്ന് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി 5 മാർക്കും, ഗ്രാമർ 5 മാർക്കും, വൊക്കാബുലറി 5 മാർക്കുമാണ്. ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കും, വൊക്കാബുലറി 5 മാർക്കുമാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത് നമുക്കറിയാം ടൈപ്പ് ഓഫ് സെന്റൻസസ്, ഇന്റർചേഞ്ച് സെന്റൻസസ്, പിന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, പിന്നെ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഓക്സിലറി വെബ്സ്, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. പിന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, പിന്നെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, പിന്നെ പ്രിപ്പോസിഷൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചസ്, അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചാൽ മതി. 5 മാർക്കാണ്. ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറി ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നോൺസ് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ വേർഡ് ഫോർമേഷൻ ഫ്രം ദ അതർ വേർഡ്സ്, യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, പിന്നെ കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. സിനോണിംസ്, അനോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫ്റ്റൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. ഈ വൊക്കാബുലറിയുടെ പാർട്ട് നിങ്ങൾക്ക് ഗ്രാമർ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാലും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രാമർ 5 മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ വൊക്കാബുലറി അങ്ങനെയല്ല. വൊക്കാബുലറി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സിനോണിംസ് ഉണ്ടാവും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന അനോണിംസ് ഉണ്ടാവും, പിന്നെ ഫോറിൻ വേർഡ്സ് ഉണ്ടാവും, ഫ്രേസൽ വെർബ്സ് ഉണ്ടാവും, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, ഇതൊക്കെ ഇഡിയംസ് ഉണ്ടാവും. ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അത് ആ ടൈപ്പ് ഓഫ് എണ്ണങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ മതി. ഈ ഒരു വൊക്കാബുലറിയിൽ നമുക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണേ? അതുപോലെ തന്നെയാണ് ഗ്രാമർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രാമറിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ 5 മാർക്കും ലഭിക്കത്തുള്ളൂ. ഇനി അടുത്ത നമ്മൾ നോക്കാം
മലയാളമാണ്. പ്രാദേശിക ഭാഷയിൽ നമുക്ക് എല്ലാവരും എഴുതുന്നത് മലയാളമാണല്ലോ. മലയാളത്തിൽ 10 മാർക്ക്. മലയാളത്തിൽ 10 മാർക്കും സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മലയാളം ഗ്രാമറിലെ പദശുദ്ധി അറിഞ്ഞിരിക്കണം, വാക്യശുദ്ധി അറിഞ്ഞിരിക്കണം, പരിഭാഷ അറിഞ്ഞിരിക്കണം. പരിഭാഷ ട്രാൻസ്ലേഷൻ ആണ്. പിന്നെ ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം. ഈ ശൈലികൾ പഴഞ്ചൊല്ലുകളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 10-30 ശൈലികളും പഴഞ്ചൊല്ലുകളുണ്ട്. അതത്രയും പഠിച്ചിരുന്നാൽ തന്നെ മതി, നമുക്ക് അതിനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. പിന്നെ സമാന പദങ്ങൾ, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഹഠകപദം, പിന്നെ വാക്യം ചേർത്തെഴുതുക എന്നൊക്കെയാണ്. അപ്പോൾ മലയാളം പാട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻസ് എല്ലാം PYQ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മലയാളം പാട്ടിൽ 10ൽ 10 മാർക്കും സുഖമായിട്ട് കിട്ടുന്നതാണ്. അപ്പം PYQ നന്നായിട്ട് നല്ല രീതിയിൽ PYQ ക്വസ്റ്റ്യൻസ് ഒന്ന് റിവിഷൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ 10ൽ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 10ൽ ഒരു 9 മാർക്കിലും മലയാളം പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ VFA പരീക്ഷയുടെ ഒരു സിലബസ് ആയിട്ട് വരുന്നത്. VFA പരീക്ഷയുടെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ്. 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻസ് എക്സാം ആണ് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജില്ലാ തലത്തിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു LDC ടൈപ്പ് ഓഫ് ലെവൽ പരീക്ഷയാണ്. അപ്പോൾ നല്ലൊരു അവസരം കിട്ടുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു സിലബസിന്റെ അനുസരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇന്നു മുതൽ എല്ലാവരും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു അവയർനെസ് എന്ന രീതിയിൽ ഒരു ഇതാണ്. അതായത് ഇതാണ് ഇപ്പൊ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ളവർക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ബാക്കിയുള്ളവർ എൻഡ് ചെയ്തിട്ട് പൊക്കോളും. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പറയുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർ നോക്കുക. ഇതാണ് നമ്മുടെ PSC പരീക്ഷയ്ക്ക് കിട്ടുന്ന OMR ഷീറ്റ്. ഈ OMR ഷീറ്റ് ആയിരിക്കും നമുക്ക് PSC പരീക്ഷയ്ക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഈ ഒരു കോളം കണ്ടോ, രജിസ്റ്റർ നമ്പർ. നമുക്ക് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഒരു രജിസ്റ്റർ നമ്പർ വരും. ആ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. ഫസ്റ്റ് Z എന്നായിരിക്കും ഇവിടെ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. ഇപ്പൊ ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ എന്താണ് 1, ഇപ്പൊ എക്സാമ്പിൾ 1, 2, 3, 4 അങ്ങനെ പോവാണ്. ഇപ്പൊ ഈ 1 ഞാൻ എഴുതി. ഈ 1 എഴുതിയ ഈ രജിസ്റ്റർ നമ്പർ എഴുതിയാൽ മാത്രം പോരാ, കറപ്പിക്കുക കൂടി ചെയ്യണം. അതായത് 1 ഞാൻ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു നിരയിൽ 1 എവിടെയാണോ കിടക്കുന്നത് അവിടെ ഞാൻ കറപ്പിക്കണം. കണ്ടോ, 1 ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടെ കറപ്പിക്കണം. 2 എന്നുള്ളതാണെങ്കിൽ 2 കറപ്പിക്കണം. 3 എന്നുള്ളതാണെങ്കിൽ 3 കറപ്പിക്കണം. അങ്ങനെ ഓരോന്നും കറപ്പിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ PSC പരീക്ഷ എഴുതുമ്പോൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രജിസ്റ്റർ നമ്പർ നമ്മൾ തെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവിടെ തീരുന്നില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ PSC പരീക്ഷ എഴുതും, ടെൻഷൻ അടിപ്പിക്കാൻ പറയുമല്ല, PSC പരീക്ഷ എഴുതുമ്പോൾ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് തന്നെ എഴുതണം. ഫസ്റ്റ് ആദ്യമേ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമ്മൾ ആ രജിസ്റ്റർ നമ്പർ മേളിൽ എഴുതുക. മേളിൽ എഴുതിയതിന് ശേഷം ഈ ഒരു താഴോട്ട് കിടക്കുന്ന ഒരു കോളത്തിലെ 1 എന്നുള്ളത് എവിടെയാണോ 1 അവിടെ കറപ്പിക്കുക, 2 എന്നുള്ളത് എവിടെയാണോ 2 കറപ്പിക്കുക, 3 എന്നുള്ളത് എവിടെയാണോ 3 കറപ്പിക്കുക. അങ്ങനെ ഓരോന്നും കറപ്പിച്ച് കറക്റ്റായിട്ട് കറപ്പിച്ച് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രജിസ്റ്റർ നമ്പറായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് വരുന്ന ബാക്കിയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇത് പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെ തെറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകുന്നത്. ഫസ്റ്റിൽ നിങ്ങൾ അറിഞ്ഞു വെക്കണം, ഈ പരീക്ഷ നമുക്കറിയാം, നമ്മളാരും ഓക്കെ ആയിട്ടല്ല പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. ഐ മീൻ എന്താണ്, പലരും പല ടെൻഷനിലാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാതെ നമ്മൾ ചെയ്തു പോകും. ഫസ്റ്റ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, രജിസ്റ്റർ നമ്പർ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് താഴെ കിടക്കുന്നത് എപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കേട്ടോ. രജിസ്റ്റർ നമ്പറിന് താഴെ കിടക്കുന്ന എപ്പോഴും ഇവിടെ എന്താണ്, രജിസ്റ്റർ നമ്പറിന് താഴെ കിടക്കുന്ന കോളം എപ്പോഴും എന്തായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. ഈ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കുക. ഇപ്പോൾ എൻ്റേത് ഇപ്പം 8/10/96 ഞാൻ 8/10/96 എഴുതി, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി. ഇനി അതിനുശേഷം നടക്കുന്ന കോളമാണ് നെയിം ഓഫ് പോസ്റ്റ് വിച്ച് എക്സാമിനേഷൻ ഇസ് കണ്ടക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ, അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഞാൻ എഴുതി, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് എഴുതി, ഹോൾ ടിക്കറ്റ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കാറ്റഗറി നമ്പർ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 457/2025 ആണ്. ആ കാറ്റഗറി ബാർ ഞാൻ എഴുതി. അതിനോടൊപ്പം തന്നെ എന്താണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നും എഴുതി വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഹോൾ ടിക്കറ്റ് കിടക്കുന്ന നെയിം ഓഫ് പോസ്റ്റ് അല്ലേ, നെയിം ഓഫ് പോസ്റ്റും ആ ഒരു കാറ്റഗറി നമ്പരും എഴുതേണ്ട കോളമാണ് ഇത് കേട്ടോ. അതോടൊപ്പം തന്നെ അതിന് താഴെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതേണ്ടത് കേട്ടോ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മുടെ ഹോൾ ടിക്കറ്റ് കാണും. ആ ഹോൾ ടിക്കറ്റ് നോക്കി ഏതാണ് പരീക്ഷ നടക്കുന്ന തീയതി എന്ന് എഴുതി വെക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് എന്താണ്, രജിസ്റ്റർ നമ്പർ ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം രജിസ്റ്റർ നമ്പർ കറപ്പിക്കുക, കറക്റ്റായിട്ട് തന്നെ കറപ്പിക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക.
അതിനുശേഷം കിടക്കുന്ന കോളത്തിൽ നമ്മുടെ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ, അതിന് പരീക്ഷയുടെ പേര് എഴുതുക, അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ എഴുതുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ പരീക്ഷയുടെ ഒരു ടൈമിംഗ് ഉള്ളല്ലോ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അടുത്ത ബെല്ലോട് കൂടിയായിരിക്കും പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ 2 ബാർകോഡുകൾ കണ്ടോ, ഈ ഒരു ബാർകോഡും ഈ ഒരു ബാർകോഡ് കണ്ടോ, ഈ ബാർകോഡുകളിലൊന്നും അധികം വേർപ്പ് തൂക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അലമ്പാക്കാനോ ഒന്നും പാടില്ല. ഈ ബാർകോഡുകളൊക്കെ വളരെ സൂക്ഷിച്ചു വെക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. സൂക്ഷിച്ചു വെക്കുന്ന മീൻസ് അതിന്റെ മേളിൽ പണിയാൻ പോകരുത്. ചിലപ്പോൾ ചിലർ അതിന്റെ മേളിൽ കൈവച്ച് എഴുതുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനൊന്നും ചെയ്യരുത്. ബാർകോഡ് നമ്മൾ ഒന്നുമേ ചെയ്യാൻ പാടില്ല. ആ ബാർകോഡ് അവിടെ തന്നെ ഇരിക്കുക, അതിനെ തൊടാനേ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാലോ, ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, അല്ല ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ് കാണും, 4 കോഡുകളാണ് കൊടുക്കുന്നത്. ABCD ആണ് കേട്ടോ. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും പരീക്ഷ എഴുതുന്നെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ചിലപ്പോൾ മാറിയിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് A കോഡുകാർക്ക് 1ാമത് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, B കോഡുകാർക്ക് 10ാമത് കിടക്കുന്നത്. അങ്ങനെ ചേഞ്ച് വരും. കാരണം എന്താണ്, നമ്മൾ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു കോഡ് ബേസ് ആണ് നടക്കുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ. ഇപ്പം ഈ ഒരു നോക്കുമ്പോൾ A കോഡ് കണ്ടോ, A കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എനിക്ക് കിട്ടിയത്. ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ അപ്പൊ A കോഡിലുള്ള, അപ്പൊ ഞാൻ A കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണെങ്കിൽ ഈ B എന്നത് ഞാൻ കറപ്പിക്കുക. അപ്പൊ ഈ B എന്നത് കറപ്പിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതിനകത്ത് മാത്രം നിൽക്കത്തക്ക രീതിയിൽ കറപ്പിക്കുക. പുറത്തു പോകാനോ അല്ലെങ്കിൽ ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ പകുതി കറപ്പിച്ചിട്ട് അങ്ങ് വെക്കും. അങ്ങനെ ഒന്നും വെക്കല്. ഈ ഒരു വെള്ളപ്പാട് ഇതില്ലേ, ഈ C കംപ്ലീറ്റ് കറപ്പിക്കണം കേട്ടോ. ഈ C കംപ്ലീറ്റ് കറപ്പിക്കണം. എന്നാൽ വെളിയിൽ മറ്റൊരു കോളത്തിലേക്ക് പോകാനോ പാടില്ല. അപ്പൊ കറപ്പിക്കേണ്ടത് നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് നമുക്ക് പോയി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് നിങ്ങൾ പോയി എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരാണ്, വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് കറപ്പിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ കോളത്തില് അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. ഫസ്റ്റ് ടൈമിൽ പോയി കറപ്പിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് പോയി ഞാൻ കറപ്പിച്ചോളാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇതൊക്കെ ഒന്ന് OMR ഷീറ്റൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നതും കറപ്പിക്കുന്നതും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. അതോടൊപ്പം തന്നെ ഇത്രയും നമ്മൾ കറപ്പിച്ചു, ഈ പരീക്ഷ എഴുതി കറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീച്ചർ പറയുന്നതിൻ്റെ തൊട്ട് ഈ 2 സാവ് OMR ഷീറ്റിൽ 2 ഭാഗം മുറിക്കുക, ടീച്ചർ കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. OMR ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതും റീഡ് ചെയ്താണ്, OMR റീഡ് ചെയ്താണ് നമ്മുടെ പരീക്ഷയ്ക്ക് ആൻസർ എത്രയാണ് ലഭിച്ചതെന്നൊക്കെ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്റ്റർ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പിന്നെ നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ്, പുറത്തു പോകാനോ ആ ബബിളിന് പുറത്തു പോകാനോ അടുത്ത ബബിളിലോട്ട് പോകാനോ പാടില്ല. ആ ബബിളിനകത്ത് തന്നെ ഉള്ളിൽ നിൽക്കണം. പക്ഷെ ബബിൾ ഫുള്ളി കളർ ചെയ്തിരിക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ഇതിപ്പോ ഒരു AO BO ആയിരിക്കും, ഇത് കറപ്പിച്ചേക്കുന്നുണ്ടോ, ഇതുപോലെ കറപ്പിക്കണം. ഇവിടെ കണ്ടോ നമ്മൾ ആൻസേഴ്സിൻ്റെ അവിടെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരോട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം VFA യുടെയൊക്കെ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്.